കാശില്ലെങ്കിൽ കാശ് നോക്കണ സാധനം, അതില്ലാതെ ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഇങ്ങനെ അക്രമം കാണിച്ചാൽ എങ്ങനെയാ? ഇതുകൊണ്ട് അവർ കുടുംബം കഴിയണത്, അത് ഓർമ്മ വേണം. അങ്ങനെ ഓർക്കാനേ മഹാനൊന്നും അല്ല ഞാൻ. കള്ളു വിറ്റും കള്ളൂപ്പി കഴിയും കാശുണ്ടാക്കുന്നതേ നാട്ടുകാർക്ക് ദാനം ചെയ്ത് പുണ്യം കിട്ടാനൊന്നും അല്ല. 10,000 രൂപയ്ക്ക് അതിന്റെ ഇരട്ടി പലിശയായിട്ട് തന്നില്ലേ ഭാസ്കര? തന്നു. കുടിശ്ശിക വരുത്തിയ 3 മാസത്തെ കാശിനെ ആര് തരും? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എഴുതി തള്ളാനേ സഹകരണ ബാങ്കോ സർക്കാരോ ഒന്നും അല്ല ഞാൻ. വലിച്ചു പുറത്തിടല്ല ഭാസ്കര. പലിശയ്ക്ക് കാശ് കൊടുത്തെന്ന് പറഞ്ഞ് കടക്കാത്ത കയറി പോക്കറ്റ് കഴിച്ചാണല്ലോ. ഇതൊന്നും ദൈവം കൊടുക്കുന്ന കാര്യമല്ലോ. ദൈവവും അളിയനും ഒന്നുമേ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. പെങ്ങളും അളിയനും ഒക്കെ അങ്ങ് വീട്ടില്. എന്നാ ചുണയുണ്ടോ? നീ ഒന്ന് കേരടാ അളിയൻ ഇത് എന്നാത്തിന്റെ കേടാ? നമ്മൾ തമ്മിൽ കൈപൊക്കാൻ ഇടവരരുത്. 3000 രൂപ പലിശ കിട്ടാനുണ്ട്. അത് കിട്ടാതെ ഞാൻ പോവില്ല. എനിക്ക് ആ കാശ് വേണം. അത്രയ്ക്ക് തന്നാണെ അളിയന്താ തരുവോ? എന്തേ മധ്യസ്ഥം പറയാൻ വേണ്ടി വലിഞ്ഞേറി വന്നിട്ട് നാക്കങ്ങ് അണ്ണാക്കിലേക്ക് പോയോ? കാശിന്റെ കാര്യം പറയുമ്പോ എല്ലാവരുടെ നാക്കങ്ങ് കോത്താകത്താ. പറയളിയാ തരുവോ? നീ അങ്ങനെ മൂപ്പിക്കൊന്നും വേണ്ട. 3000 രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് മതി. അളിയനെ എനിക്ക് വിശ്വാസ. നീ വന്നേ ഒരു സ്വകാര്യം. അതെ, പാടം വെള്ളത്തിൽ മുങ്ങിയപ്പോ സർക്കാരിന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ച 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നാട്ടുകാർക്ക് കൊടുത്തത് മറന്നിട്ടില്ലല്ലോ. വീടിന്റെ പറമ്പിന്റെ ആധാരം ഈടായിട്ട് വാങ്ങിച്ചു വെച്ച് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട്. സമ്മതിച്ചു. അതിന്റെ കൂടെ ഒരു 3000 അതും സമ്മതിച്ചു. ഇങ്ങനെ നാട്ടുകാർക്ക് കൊടുത്ത് അളിയൻ കുട്ടനാടൻ ഗാന്ധിയായി. പക്ഷേ ഗാന്ധിയുടെ അനുഭവം ഉണ്ടായിരുന്നു. ഓർത്തോ? കാവാലഞ്ഞുണ്ട് ഇന്നലെ നീറ്റിലിറക്കി നടുഭാഗം കാഴ്ചാലൊക്കെ പ്രാക്ടീസ് തുടങ്ങി. അതിനെന്താ, നമുക്ക് നമ്മുടെ വെള്ളം ഉടനെ ഇറക്കാം. കഴിഞ്ഞ 2 തവണ തുടർച്ചയായി ജയിച്ചതുകൊണ്ട് ഇത്തവണ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. വള്ളത്തിന് ഇച്ചിരി അറ്റകുറ്റപ്പണിയൊക്കെയാണ്. ആശാരിയെ വിളിക്കണം, മീനെ വാങ്ങിക്കണം, എല്ലാം കൂടെ കുറഞ്ഞ ഒരു 10,000 രൂപ ഉടനെ വേണ്ടി വരും. ആശാൻ ആ കാശ് എപ്പോഴാ തരികാന്ന് വെച്ചാ? അതെ, വെള്ളം എന്ന് പറഞ്ഞാൽ കരക്കാരുടെ മൊത്തം കാര്യമാ. ഒരാളുടെ മാത്രം കീശന്ന് കാശെടുക്കാന്ന് പറഞ്ഞു എല്ലാവരും പിരിക്കണം. മിണ്ടാരോ, കാര്യങ്ങളൊക്കെ മുറക്കി നടന്നോട്ടെ. പൈസ സമയത്ത് എത്തിക്കോളൂ. എന്താണ് തോന്നുന്നത്? കൃഷി ഓഫീസിലോട്ടല്ലേ പോകുന്നത്? പൈസ സാങ്ഷൻ കിടക്കല്ലേ? അതുകൊണ്ട് കിട്ടിയ 10,000 എടുത്ത് കൊടുത്തു എന്നും പറഞ്ഞ് കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പൊ അവിടെ ജനം അറിയാൻ കിട്ടുമോ? എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങിയാലും അപ്പൊ തുടങ്ങും തർക്കത്തരെ. അപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ കാര്യമൊക്കെ ശരിയായല്ലോ അല്ലേ? ജോൺ സാർ എത്തുന്നുണ്ട്. നിക്ക്. ചോദിക്കാതെ പറയാതെ കയറി വരാൻ ആരാ പറഞ്ഞത്? തെമ്മാടിത്തരം കാണിച്ചിട്ട് ന്യായം പറയുന്നു. അപ്പച്ചാ കൊടുക്കോ കാശ്. എടുത്ത കാശ് തിരിച്ചു കൊടുക്കാൻ. അച്ഛനെ പോക്കറ്റ് കൈയിട്ടെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 2000 രൂപയുടെ വാഴകൃഷിക്ക് ലോണിനാ 200 രൂപ എടുത്തത്. നമ്മുടെയൊക്കെ മൂക്കിന്റെ താഴെ ഇരുന്ന് പോക്കറ്റ് കാണിക്കാൻ കണ്ടില്ലേ? ഇവനെയൊക്കെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അപ്പച്ചാ പോലീസിനെ വിളിക്കടാ. സാർ, ഒരബദ്ധം പറ്റിയതാണ്. ഇനി ആവർത്തിക്കില്ല. പുറത്തറിഞ്ഞാൽ എന്റെ ജോലി പോകും. പോട്ടടോ, തന്നെ കൊണ്ട് ഈ നാട്ടുകാർക്ക് ദ്രോഹം അല്ലാതെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ തന്നെ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കഴിഞ്ഞ കൊല്ലത്തെ വെള്ളപ്പൊക്കത്തിന് ദുരിതാശ്വാസം ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ട് അതിനുശേഷം മഴയും വന്ന് വെയിലും വന്ന് വെള്ളവും പോയി. താൻ ഞങ്ങൾക്ക് തരാത്തതിന്റെ കാര്യം മനസ്സിലായി. ഞങ്ങൾ തനിക്ക് കൈമടക്ക് തന്നിട്ടില്ല. അല്ല സാർ, പിന്നെ തിരുവനന്തപുരത്ത് നമ്മുടെ പേപ്പർ നീങ്ങാഞ്ഞിട്ടാ. നീങ്ങിയല. താനും തന്നെ പോലുള്ളവരും കസേര ഇരിക്കുന്നിടത്തോളം കാലം അത് നീങ്ങിയല. ഇനി മേലാൽ ആരുടെയെങ്കിലും പോക്കറ്റ് കൈയിട്ടുവെന്നോ കൈക്കൂലി വാങ്ങിച്ചൊന്നോ അറിഞ്ഞാൽ പിന്നെ താൻ ഈ നാട് കാണുകയല്ല. സാർ പ്ലീസ്, ഇതൊരു ഇഷ്യൂ ആക്കരുത്. സാറിന്റെ കാര്യം ഞാൻ തന്നെ നേരിട്ട് തിരുവനന്തപുരത്ത് പോയി ശരിയാക്കി തരാം. എന്താ? എനിക്കൊരു ഉപകാരം ചെയ്യോ? ഇല്ല. നാട്ടുകാർക്ക് ഉപകാരം ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ എന്റെ വീട്ടിൽ ഇരുത്തിയിട്ടുണ്ട്. എന്റെ അച്ഛൻ. അങ്ങേരോട് ചെന്ന് പറഞ്ഞാൽ മതി. ഇത് അങ്ങേര് വിചാരിച്ച നടക്കണ കാര്യമല്ല. ഞാൻ ഇങ്ങനെ പെരന്നറിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്ന് അറിയോ? അതിന് ഞാൻ എന്ത് വേണം? ഒന്നും വേണ്ട. ഇതങ്ങോട്ട് പിടിച്ചേ. അയ്യേ, ലവ് ലെറ്ററാ? എനിക്കൊന്നും വേണ്ട. അയ്യടാ, ലവ് ലെറ്റർ വരാൻ പറ്റിയൊരു സാധനം. ഇത് ലവ് ലെറ്റർ ഒന്നുമല്ല, പത്രത്തിൽ കൊടുക്കാനുള്ള പരസ്യ. വരനെ ആവശ്യമുണ്ട്. പിടിച്ചേ. ഓ, സന്തോഷം. സുന്ദരിയും സുശീലയും 10ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പൊ തോറ്റ കാര്യം പറയണ്ടേ? അയ്യടാ, ഒരുത്തിനെ കെട്ടാനും അവന്റെ 3-4 മക്കളെ പെറാനും 10ാം ക്ലാസ് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പത്രത്തിൽ കൊടുക്കൂല്ലോ എന്ന് പറ. പിന്നെ എന്താ സംശയം? ഇത് ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ? അങ്ങനെ ഉപകരിക്കണ്ട. രാവിലെ കുത്തിയിരുന്ന് എഴുതിക്കൊണ്ട് വന്നതേ പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിട്ടൊന്നും അല്ല. ഇത് വായിച്ചിട്ട് പത്രത്തിൽ കൊടുക്കണ്ട, ഞാൻ കെട്ടിക്കോളാന്നൊക്കെ പറയുന്നു വിചാരിച്ചിട്ടാ. ദുഷ്ടൻ. വേണ്ട, എന്നെ കെട്ടണ്ട. ഞാൻ എവിടെങ്കിലും പോയി ചത്തു പോയിക്കോളാം.
എന്തിനാ അവൾക്ക് പ്രേമലേഖനം കൊടുത്തത്? പ്രേമലേഖനോ? ഞാനോ? പിന്നെ എന്തിനാ അവള് കരഞ്ഞത്? ഇതൊക്കെ ചോദിക്കാൻ ഇയാളാരാ? ആരോരും ഇല്ലാത്ത പെണ്ണാവള്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ. ചേടാ ഇതെന്തൊരു പാട്? അവൾ എന്റെ പുറകെ എന്നെ കെട്ടി എന്ന് പറഞ്ഞു നടന്നാ ഞാൻ എന്ത് ചെയ്യാന്? നിനക്ക് എന്താ അവളെ കെട്ടിയാല്? ഓഹോ, അപ്പൊ ഭീഷണിപ്പെടുത്തി കെട്ടിക്കാൻ ഇറങ്ങിയിരിക്കാ? അതേടാ. ചേട്ടൻ സീരിയസ് ആണോ? ഉം. അയ്യോ, എന്നാ ഞാനൊരു സത്യം പറയാം. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ അത് അവൾ അറിഞ്ഞാൽ ഇപ്പൊ അവൾ എന്റെ പുറകെ നടക്കുന്ന പോലെ ഞാൻ അവളുടെ പുറകെ നടക്കേണ്ടി വരും. അതാ ഈ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം. ചേട്ടൻ ഈ പെണ്ണുങ്ങളെ പറ്റി അറിയാത്തോണ്ടാ. കെട്ട് കഴിഞ്ഞാൽ എന്തായാലും എന്റെ ജീവിതം പോക്കാം. അതുവരെ ഞാനിങ്ങനെ ചുമ്മാ ജാടയൊക്കെ ഇട്ട് നടന്നോട്ടെ. പോട്ടെ. ഉം. ഇന്നു മുതൽ നൊയമ്പ് നോക്കാമെന്ന് ഭഗവതിക്ക് നേർന്നിട്ടുണ്ട്. വള്ളം ജയിച്ചു വരുന്നവരെ ഒരിക്കലാ. നീ ഇങ്ങനെ ഒരിക്കലേ നോമ്പെന്നൊക്കെ പറഞ്ഞ് പട്ടണി കിടന്ന് ഇല്ലാത്ത അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട. വള്ളംകളി എന്റെ പാട്ടിന് നടന്നോളും, നമ്മൾ ജയിക്കുകയും ചെയ്യും. ആ. നേരത്തെ എത്തിയില്ലെങ്കിൽ ചാപ്റ്റർ സ്ഥാനം ഏറ്റെടുക്കേണ്ട ആള് തന്നെ താമസിച്ചു എന്നൊന്നും പറഞ്ഞു ആ ദിവാകരനും കൃഷ്ണനൊക്കെ വഴക്കുണ്ടാക്കും. ആ, കുഞ്ഞിനും പുതിയ കുപ്പായത്തിലൊക്കെ ആണല്ലോ. ആശാൻ ക്യാപ്റ്റൻ ആകുമ്പോ ഞാനായിരിക്കുമല്ലോ വൈസ് ക്യാപ്റ്റൻ. അപ്പൊ ഗമ ഒട്ടും കുറയ്ക്കണ്ടെന്ന് കരുതി. ആ, പാടോ. ഇനി വള്ളംകളി കഴിയുന്നവരെ നേരത്തെ പ്രതീക്ഷിക്കണ്ടല്ലോ. അതെ, വെറുതെ നോക്കിയിരിക്കണ്ട. നേരത്തെ കാലത്തെ വല്ലതും കഴിച്ച് കിടക്കാൻ നോക്കണം. ഉം. അതങ്ങന കഴിഞ്ഞ 2 വർഷക്കാലമായി കിഴക്കുംഭാഗം ചുണ്ടന് നെഹ്റു ട്രോഫി നേടാനായത് ഗോവിന്ദനാശാൻ ക്യാപ്റ്റനായിരുന്നുകൊണ്ട് മാത്രമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ വർഷവും ആശാന്റെ കീഴിൽ നമ്മൾ മത്സരിച്ച് ഒരു ഹാട്രിക് വിജയം നേടുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തവണയും ആശാൻ തന്നെ ഞങ്ങളെ നയിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ആര് ക്യാപ്റ്റൻ ആയാലും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ക്യാപ്റ്റൻ ആകുന്ന ആള് വള്ളം കളിക്കുള്ള മുഴുവൻ ജനവും വഹിക്കാം. എന്താ ഒരു പുതിയ നിയമം? കഴിഞ്ഞ കൊല്ലം അങ്ങനെ അല്ലായിരുന്നല്ലോ. കഴിഞ്ഞ കൊല്ലത്തെ പോലല്ല. ഇക്കൊല്ലം ഓരോ വള്ളം കയറി കൃഷ്ണൂർ നശിച്ചിരിക്കുക. വള്ളംകളി മത്സരം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടി ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തവണ ആര് ക്യാപ്റ്റൻ ആയാലും അയാൾ കാശ് മുഴുവൻ മുടക്കണം. അങ്ങനെ കുറെ കാശാണെന്ന് ആരെയും പിടിച്ച് ക്യാപ്റ്റൻ ആക്കാൻ പറ്റൂ? തുഴച്ചിക്കാരെ നിയന്ത്രിക്കണം, എല്ലാവരും ഒറ്റക്കെട്ടായി നിർത്താനുള്ള കഴിവുണ്ടാവണം. അതിനിപ്പോ ആശാനല്ലാതെ ഇവിടെ വേറെ ആരാ ഉള്ളത്? എങ്കിൽ പിന്നെ ആശാൻ കാശ് കൊടുക്കട്ടെ. എന്താ മുടക്കുവോ? അല്ല, ഇപ്പോ എല്ലാവരുടെയും തീരുമാനം അങ്ങനെയാണെങ്കിൽ ആശാൻ ഉണ്ടായിരുന്നേ ഞാൻ പറഞ്ഞു. വേണ്ട, ഞാൻ പറയാം. പറയണ്ടത് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഇപ്പൊ ആശാൻ മാത്രം ഉണ്ടാക്കിയിട്ട് കിഴക്കൻ ഭാഗത്തുകൊണ്ട് മത്സരിക്കേണ്ട കാര്യമില്ല. എന്താ പിന്നെ വെള്ളം കരക്കേറ്റ് വെക്കണോ? കരക്കേറ്റ് വെക്കാനല്ല വെള്ളം ഇറക്കിയത്. അത് ശരിയാ. കാശ് കൊടുക്കാൻ ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. വള്ളംകളിയുടെ സകല ചെലവ് ഏൽക്കുകയും തുഴച്ചിൽക്കാർക്ക് കൈ നിറയെ കാശ് കൊടുക്കാൻ ഒരാൾ വന്നാലോ? വെറുതെ മണ്ടത്തരം പറയാതെ തീർത്ത് ആരെ എങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. പ്രിയമുള്ളവരെ, ആഗോളവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ വിദേശ നിക്ഷേപങ്ങൾ തേടി പരക്കം പായുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ കിഴക്കും ഭാഗം ചുണ്ടൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സഹായഹസ്തവുമായി ഒരു വിദേശകരം നീണ്ടു വരുന്നത് നാം കണ്ടില്ലെന്ന് നടിച്ചൂടാ. ആ കരത്തിന്റെ ഉടമയെ, ആ മഹാമനസ്കരെ, ആ വിശാല ഹൃദയനെ, ആ സ്നേഹസമ്പന്നനെ ഞാൻ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കൊണത്താപ്പറമ്പിൽ ജോസ് ഓർ ദുബായ് ജോസ്. നമസ്കാരം. നമസ്കാരം. ദുബായിലെ മരുഭൂമിയിൽ പൊരിവെയിലത്ത് ജോലി ചെയ്യുമ്പോഴും കാശുണ്ടാക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഇവിടുത്തെ വെള്ളവും വെള്ളവും നിങ്ങൾക്ക് മാത്രമേ അറിയോ. നിങ്ങളുടെ ആവേശം കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് കൂടണമെന്നൊരാഗ്രഹം. ഈ വള്ളംകളി മത്സരത്തിന് കിഴക്കൻ ഭാഗം ചുണ്ടിന്റെ സകല ചെലവും വഹിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്കിൽ ജോസ് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ. ഫോട്ടോ അവനെവിടെ? ഫോട്ടോ എടുക്കണേ. ആയി നോക്കി നിൽക്കുക. ആശ പിടയിൽ പോകുന്നു വേണ്ട. ജോസ് ക്യാപ്റ്റനായെന്ന് വെച്ച് ആശാന്റെ വള്ളത്തേലൊക്കെ നിൽക്കുക. അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന നിന്റെ അയ്യാടെ സ്വഭാവം. അതെ, ഈ കോപ്പൻ കയ്യിലോട്ട് വെച്ചിട്ട് ഫോട്ടോ എടുത്തത് ചുണ്ട കൊണ്ടെന്റെ ചുണ്ട് പൊട്ടിയത്. നാട്ടിൽ
നാട്ടുകാർക്ക് വേണ്ടത് കളി ജയിപ്പിക്കുന്ന ക്യാപ്റ്റനെ അല്ല, കയ്യിൽ കാശുള്ള ഒരാളെയാ. ഉള്ളതെല്ലാം കൊടുത്ത് തീർത്തില്ലേ? ഇനി ആലക്കൽ ഗോവിന്ദന്റെ കയ്യിൽ ഒന്നുമില്ലാന്ന് എല്ലാവർക്കും അറിയാം. ആശാനെന്ന് വിളിക്കാനും പുറകെ നടക്കാനും ആരും ഉണ്ടാവില്ല. ഇനിയെങ്കിലും മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ. ഒന്നാമതേ അച്ഛൻ വിഷമിച്ചിരിക്കുക. നീ ഇനി അതും ഇതും പറഞ്ഞ് കൂടുതൽ വിഷമിപ്പിക്കാതെ. ആലുവടുത്ത് നടത്തേക്കില്ല, തനിച്ചിരുന്ന് ഓരോന്ന് ആലോചിക്കുമ്പം ആശാന് കൂടുതൽ വിഷമമാവും. ചെല്ലു. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളപ്പോ വള്ളമൊന്നും ക്ലബൊന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് വാരിക്കോരി ചെലവാക്കിയതല്ലേ. ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറ്റുമോ? ഉള്ളവര് നടത്തട്ടെ. ചന്ദ്രനും അതുതന്നെ പറയുന്നത്. എന്താ എന്തു പറ്റി? ഇപ്പൊ എന്തായി? കുട്ടനാടൻ ഗാന്ധിക്കിട്ട് ആദ്യത്തെ വെടി കൊണ്ടേ. ഞാൻ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല, തെറ്റത്തുമില്ല. വള്ളം മുങ്ങിയപ്പോഴും വെള്ളം പൊങ്ങിയപ്പോഴും കൊടുത്ത കാശുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വള്ളം കളി തന്നെ നടത്തായിരുന്നു. അന്ന് കൊടുത്തു കർണനായി. ഇപ്പൊ കൊടുക്കാനില്ലാത്തപ്പോ പുറത്തുപോയി. ആ മതി മതി, കൊടുത്തതൊന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിട്ടല്ല. അല്ല, അളിയനിങ്ങനെ വേദാന്തം പറഞ്ഞോണ്ടിരുന്നു. ഇവിടെ ഇനി ജോസിന്റെ കാല. അവന്റെ കയ്യിലേ വാരിയെറിയാൻ കാശുണ്ട്. അവൻ കളിക്കും. അളിയൻ കരക്കിരുന്ന് കളി കാണും. എന്തായാലും അതിന്റെ ഗുണം കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളി തീരുന്നത് വരെ ജോസ് ഷാപ്പ് അടങ്കലെടുത്തിരിക്കുക. കുടിക്കാൻ കള്ളും കഴിക്കാൻ കരിമീനും പോകാൻ നേരം കാശും. പോരെ പൊടി പൂരം. അളിയനോടെ ഗുണദോഷിച്ച് ചെന്നിട്ട് കാര്യമില്ല. ഇത്തിരി കച്ചവടം നടക്കുന്ന സമയാ. ചെല്ലട്ടെ. എന്തുവായത്? കുഞ്ഞുമോനെ, എന്തുവാ? താങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഇനി നാട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കും? എങ്ങോട്ടെങ്കിലും പോയാലോ? പോകാനോ? എങ്ങോട്ട്? ഈ മണ്ണും വെള്ളവും വള്ളവും ഒക്കെ വിട്ടിട്ട് ആശാന് വേറൊരു ജീവിതം ഉണ്ടോ? എവനൊക്കെ പോവാൻ പറ. ഇന്നലെ പെയ്ത മഴിക്ക് കുറിത്ത വെറും പുല്ല്. ആശാൻ നോക്കിക്കോ, യവനൊക്കെ ഇവിടെ വരും. ആശാന്റെ കാഴ്ചോട്ടി വരും. ആശാൻ ഇങ്ങോട്ട് വന്നേ. അല്ല പിന്നെ നല്ല അച്ഛൻ്റെ അടുത്താ മോന്റെ കളി.